മക്കളെ, നമ്മുടെ നീറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുടെയൊക്കെ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ദിവസം ഞാൻ ചെറിയൊരു കഥ പറയാണ്. കഥ അല്ല, സത്യത്തിൽ നമ്മുടെ ഹോസ്റ്റൽ എക്സാം കഴിഞ്ഞ് പോയപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവ കഥ. ഒരു കുട്ടി ഹോസ്റ്റലിലേക്ക് എത്തിയ സമയത്ത് വളരെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്തോ പറ്റി മോളെ, എന്താ നിന്റെ പ്രശ്നം എന്താ ചോദിച്ചപ്പോൾ കുട്ടി പറയുന്ന കാര്യം ഇതാണ്: സാറേ, ഞാൻ ഇന്നലെ കിടന്നത് രാത്രി 2 മണിയായി. 4 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു, ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഇന്നത്തെ എക്സാമിൽ എനിക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുക സാറേ. ഞാൻ ചോദിച്ചു, മോളെ അപ്പോൾ ഉറങ്ങുന്ന എത്ര സമയം? സാറേ 2 മണിക്കൂർ. അത് തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. എക്സാമിന് ഓർത്തിട്ടുള്ള ടെൻഷനാണ്, അത്ര നേരം ഉറങ്ങാൻ പറ്റുന്നില്ല സാറേ. അപ്പോൾ ചോദിച്ചു, സാധാരണ ദിവസങ്ങളിലൊക്കെ? സാറേ അധികവും 2-2.5 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ കുട്ടി ചെയ്തത് ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അതായത് നമ്മുടെ ബ്രെയിനിനെ ഈ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇത് വെറും ഷോർട്ട് ടേം മെമ്മറിയിൽ മാത്രം നിന്നിട്ട് അങ്ങനെ അങ്ങോട്ട് എടുത്ത് കളയാനുള്ള സാധനമല്ല. എക്സാമിന് ഇനിയും കിടക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ലോങ് ടേം മെമ്മറിയിൽ കീപ്പ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ നമുക്ക് വേണ്ട സമയം ഉറക്കം വേണം. നിർബന്ധമായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടല്ലാതെ നിങ്ങൾ പഠിക്കാൻ പാടില്ല. ആ കുട്ടിയുടെ മാർക്ക് വരുന്നത് 450-500 മാർക്കിനിടയിലാണ്. ഈ 450-500 മാർക്കിനിടയിലുള്ള കുട്ടി പറയാണ്, ഞാൻ ഉറങ്ങുന്ന സമയം വെറും 2 മണിക്കൂർ സാറേ, എന്നിട്ട് പോലും എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. സത്യത്തിൽ ഈ രീതിയിൽ നമ്മളൊരു കുട്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്? നമ്മുടെ ഹെൽത്ത് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? എങ്ങനെ നമ്മൾ ഏറ്റവും നല്ലൊരു സ്കോറിലേക്ക് എത്തും? ആ കുട്ടീനോട് ആദ്യം നമുക്കൊക്കെ പറയാനുണ്ടായിരുന്ന ഒരൊറ്റ ഉപദേശം ഇതാണ്: നന്നായിട്ട് ഉറങ്ങുക. മിനിമം ഒരു 5-5.5 മണിക്കൂറെങ്കിലും ഉറങ്ങുക. ഉറങ്ങിയിട്ടുള്ള പഠിത്തം മാത്രം മതി. ഉറങ്ങാതെയുള്ള പഠിത്തം നമുക്ക് ഒരിക്കലും ഇത് ഫൈനൽ എക്സാമിന് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ഫൈനൽ എക്സാമിൽ 500 താഴത്തേക്ക് പോകും. അതല്ല, നല്ലതുപോലെ ഉറങ്ങി ആ ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഉറങ്ങണം. 5.5 മണിക്കൂർ ഉറങ്ങണം. ഉറങ്ങി എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്, നിങ്ങൾ നല്ല ഫ്രഷ് മൈൻഡോട് കൂടെയാണ് നിങ്ങൾ ഇരിക്കാൻ പോകുന്നത്. അല്ലാതെ ചുമ്മാ നമ്മൾ എന്താ പറയുക, ഉറക്കമൊക്കെ ഒഴിഞ്ഞിരുന്ന് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും കറക്റ്റായിട്ട് അവിടെ കിട്ടൂല. ചിലപ്പോൾ ഈ നാളത്തെ എക്സാമിന് ഇന്നത്തെ ദിവസം അങ്ങനെ കുത്തിയിരുന്ന് നമുക്ക് മാർക്ക് ഉണ്ടാക്കാം. പക്ഷെ അല്ലാതെ ഒരിക്കലും പറ്റൂല കേട്ടോ. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം പറയാം. നീറ്റ് എക്സാമിനോട് അടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്, അവസാന സമയങ്ങളിൽ തീരെ ഉറങ്ങാതെ കുത്തിയിരുന്ന് പഠിക്കും. ഇതിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എവിടെയാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ ഹോസ്റ്റലൊക്കെ നിന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും. എക്സാമിൻ്റെ അന്നേ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ യാത്ര ചെയ്യാനുണ്ടാവും. കുറച്ച് ദൂരത്തായിരിക്കും ചിലപ്പോൾ എക്സാം സെൻറ്റർ കിട്ടിയേക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാം സെൻറ്ററിലേക്ക് പോകാൻ ചിലപ്പോൾ 1 മണിക്കൂറോളം ഉണ്ടാവും. ഈ സമയം നമ്മൾ കുറേ കാലത്തിന് ശേഷമായിരിക്കും അന്ന് ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നുണ്ടാവും. നമ്മൾ അത്രയും ദൂരെ യാത്ര ചെയ്ത് അന്നത്തെ തലേ ദിവസം ഉറങ്ങിയിട്ടുമില്ല. ഇതേ രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന അവസ്ഥ എന്താ അറിയോ? മൊത്തത്തിൽ നമുക്ക് ഒരുമാതിരി വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. കുറേ കാലമായിട്ട് യാത്രയില്ല. ഇതിനിടയിൽ ചിലപ്പോൾ നമ്മൾ ബുക്ക് പോകുന്ന വണ്ടിയിൽ നിന്ന് നമ്മൾ ബുക്ക് പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്താനാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുമാതിരി വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയിൽ ഒരുമാതിരി ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ ഉറക്കമില്ലായ്മയും കൂടെ. ചിലപ്പോൾ നിങ്ങൾ ആ എക്സാമിനേഷൻ ഹോളിൽ എത്തുന്നതിന് മുന്നേ ചിലപ്പോൾ നിങ്ങൾ ഛർദ്ദിച്ചിട്ടുണ്ടാവും. ഇനി ഛർദ്ദിച്ചത് പോട്ടെ, ആ സമയത്തെല്ലാം കൂടെ തലയ്ക്ക് ഒരുമാതിരി കനം വന്നതുപോലെ ഉണ്ടാവും. എക്സാം നടക്കാൻ പോകുന്ന 2 മണി മുതൽ 5:20 വരെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും കാലം കഷ്ടപ്പെട്ട് നിങ്ങളുടെ 1 വർഷത്തിൻ്റെ എഫേർട്ട് മൊത്തം ഒന്നുമല്ലാതായി പോകുന്ന ഒരു നിമിഷം നിങ്ങൾക്ക് കാണേണ്ടി വരും. എൻ്റെ മക്കളെ, ദയവ് ചെയ്തിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടല്ലാതെ ഒരു എക്സാമിനും പോകാതിരിക്കുക. നിങ്ങൾ ഇപ്പോഴേ ഉറങ്ങിയിട്ട് മാത്രം പഠിക്കുക. കറക്റ്റായിട്ട് ഒരു 5-5.5 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിട്ട് മാത്രം പഠിക്കുക. അതല്ലാതെ ഒരു എക്സാമിനും പോകാൻ നിൽക്കരുത്. നമുക്ക് അവസാനത്തെ ദിവസം, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് അവസാനത്തെ ഈ ഒരു 3.5 മണിക്കൂറിന് വേണ്ടിയിട്ടാണ്. OMR വിധി പറയുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിൽ നമ്മൾ കാത്തിരിക്കണം. ആ OMR നമ്മൾ എന്താണോ 1 വർഷം കഷ്ടപ്പെട്ടത് അതിനെല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ഉത്തരം ആ OMR പറയുന്ന ഒരു ദിവസമുണ്ട്. സോ മകളെ, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഈ സമയത്ത് മാക്സിമം നിങ്ങൾ വേണ്ട രീതിയിലുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. അല്ലാതെ ചുമ്മാ ഏതെങ്കിലുമൊക്കെ കഴിക്കാതെ നല്ല ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക. അല്ലാതെ ടെൻഷനും സ്ട്രെസ്സും പ്രശ്നങ്ങളും എല്ലാം മാറ്റാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇനി അധിക നാളില്ല എന്ന് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കുക. ഇനി കുറച്ച് ദിവസവും കൂടെ, അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് നിങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കാണാം മക്കളെ അടുത്ത വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു.